അപ്പൊ തുടങ്ങാം. 5 വർഷം മുമ്പ് ഈ ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയെന്നുള്ള ആരോപണം നേരിടുന്ന ഡോക്ടർ ഇപ്പോൾ സംസാരിക്കുകയാണ് അവരുടെ പ്രതികരണത്തിലേക്ക്. അത് കത്രിയല്ല, അത് മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്. സാരമില്ല. വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്, കത്രിയല്ല. എന്നിട്ട് അപൂർവമാണ്. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് വന്നതാണോന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാ വന്നതെന്ന് എന്താ ഓർമ്മ? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? പക്ഷേ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ല, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം. ഈ തള്ള എന്താണ് പറയുന്നത്? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ അല്ല. ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയെ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതുന്നില്ല? എഴുതാനുള്ള സ്റ്റാഫില്ല. ആ സ്റ്റാഫ് എഴുതണം. എഴുതി കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതിനുള്ള സിസ്റ്റം നമുക്കില്ല. അത് ഇനി ഇതുകൊണ്ടെങ്കിലും ഗവൺമെന്റിൽ അത് വന്നാൽ നല്ലതാണ്. എല്ലാരും വിളിച്ചു. അതൊക്കെ സിസ്റ്റം, പണ്ട് മന്ത്രി പറഞ്ഞ പോലെ ഇതൊന്നും സിസ്റ്റം ഗവൺമെന്റ് ആസിൽ കൊണ്ടുപോകാനുള്ള സ്റ്റാഫില്ല. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജോസിന് എന്തോ ഐഡിയ പറയാനുണ്ട്. എന്താ ജോസേ? എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ. ഈ ഫയൽ നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. ഞാൻ ചെയ്ത പിഴവ് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. അല്ല, എന്റെ ചോദ്യം, എനിക്ക് എന്നോട് ഞാൻ വിട്ടില്ലേ, ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അല്ല, എന്റെ ചോദ്യം, എനിക്ക് എന്നോട് നിങ്ങൾ 100 ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇതില്ലേ? നീ ഒന്നും പണയണ്ട. അല്ലല്ല അല്ല, എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. 2 പാർസൽ.